ഹലോ ഫ്രണ്ട്സ്. Nobody care, so I talk less. I still there. Tibari care, one man road. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നാഗ്പൂരിലെ ദീക്ഷഭൂമി സ്തൂപ ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ ജോഗ്രാഫിക് സെൻ്ററായിട്ടാണ് നാഗ്പൂരിനെ ബ്രിട്ടീഷേഴ്സ് വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ ഒരു കീ സൈറ്റായിരുന്നു ഈ സിറ്റി. ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾസിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് സെഷൻസ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ചരിത്രപരമായി വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സിറ്റിയാണ് നാഗ്പൂർ. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇന്ത്യയിലെ ഫസ്റ്റ് ടെക്സ്റ്റൈൽ മിൽ സ്റ്റാർട്ട് ചെയ്തത് നാഗ്പൂരിലാണ്. ഈ സിറ്റി ഫസ്റ്റ്, അതായത് 1950 to 56 വരെ മധ്യപ്രദേശിൻ്റെ പാർട്ടായിരുന്നു. പിന്നീട് അത് റീഓർഗനൈസ്ഡ് ബോംബെയിൽ ജോയിൻ ചെയ്ത് 1960 മെയ് 1 മഹാരാഷ്ട്രയുടെ പാർട്ടായി തീർന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ക്ലീനസ്റ്റ് സിറ്റി ആൻഡ് ദ ഗ്രീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ. നാഗ്പൂരിനെ ടൈഗർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത്. അത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ടൈഗർ റിസർവുകളെയും ലോകവുമായി ബന്ധിപ്പിക്കുന്നത് നാഗ്പൂർ സിറ്റിയാണ്. നാഗ്പൂരിലാണ് ഇന്ത്യയിലെ ലോങ്കസ്റ്റ് ഡബിൾ ഡക്കർ വയാഡക്റ്റ് ഉള്ളത്. 5.62 കിലോമീറ്റർ നീളമുള്ള വയാഡക്റ്റ് ഒരു 4 ടയർ സിസ്റ്റമാണ്. ഹൈവേ ട്രാഫിക്, റെയിൽ, മെട്രോ എന്നിവ അടങ്ങിയ ഈ മൾട്ടി ലെയർ സിസ്റ്റം ട്രാഫിക് കൺജഷൻ കുറയ്ക്കാൻ വളരെയേറെ സഹായകമാണ്. ദീസ് സ്ട്രക്ചേഴ്സ് കമ്പൈൻ എ നാഷണൽ ഹൈവേ, റെയിൽവേ ട്രാക്ക്, ഫ്ലൈഓവർ ആൻഡ് മെട്രോ ലൈൻ ഓൺ ടോപ്പ് ഇൻ ടു വൺ കോറിഡോർ എഫിഷ്യൻ്റ്ലി യൂസിങ് ലിമിറ്റഡ് സ്പേസ്. മികച്ച എഞ്ചിനീയറിംഗ് മൂലം ഈ മെട്രോ വയാഡക്റ്റ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്.
സെൻട്രൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ ഓറഞ്ച് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. മറാത്ത, ഗോണ്ട്, ബ്രിട്ടീഷ് എന്നീ സംസ്കാരങ്ങൾ ഇടകലർന്ന ഒരു കൾച്ചറാണ് ഇവിടുത്തേത്. ഹിന്ദിയും മറാത്തിയുമാണ് ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകൾ. വിവിധ തരത്തിലുള്ള രുചികരമായ സ്പൈസി ഡിഷസും സ്വീറ്റ്സും ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കും. നാഗ്പൂർ ഓറഞ്ചുകൾക്ക് വളരെയേറെ പ്രസിദ്ധമാണ്. ആർട്ടിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഈ സിറ്റിയിൽ ധാരാളം കൾച്ചറൽ ഇവൻറ്റ്സ് ലൈക്ക് ക്ലാസിക്കൽ ഡാൻസസ്, മ്യൂസിക്കൽ നൈറ്റ്സ് നടക്കാറുണ്ട്. ട്രഡീഷണൽ ഫോക്ക് ഡാൻസസ് ലൈക്ക് ലാവണി, ഗൂമർ, ബിഹു, കാൽബീലിയ എന്നിവയൊക്കെ ഇവിടുത്തെ റീജിയണൽ ഫെസ്റ്റിവൽസിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട്. നാഗ്പൂരീസ് അവരുടെ ഹോസ്പിറ്റാലിറ്റിക്ക് പേര് കേട്ടവരാണ്. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളുകളാണ് ഇവിടുത്തുകാർ. അധികം തിരക്കില്ലാത്ത വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഹാർമോണിയസ് അറ്റ്മോസ്ഫിയറാണ് എന്നെ ഏറെ ആകർഷിച്ചത്. ആഴമേറിയ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉള്ള നാഗ്പൂരിലെ ദീക്ഷഭൂമി സ്തൂപയിലാണ് ഡോക്ടർ BR അംബേദ്കറും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും 1956 ബുദ്ധമതം സ്വീകരിച്ചത്. ഈ ദീക്ഷഭൂമി സ്തൂപ എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മളിന്ന് പോകുന്നത്. ദീക്ഷഭൂമി സ്തൂപ ഒരു സീക്രട്ട് മോണുമെൻ്റാണ്. അതോടൊപ്പം ലോകത്തിലെ ലാർജസ്റ്റ് ഹോളോ ബുദ്ധിസ്റ്റ് സ്തൂപ ആണിത്. ഇതൊരു ഹിസ്റ്റോറിക് സൈറ്റാണ്. 120 ഫീറ്റ് ടോളാണ് ദീക്ഷഭൂമി സ്തൂപ. എല്ലാ ദിവസവും വിസിറ്റേഴ്സിനായി ഈ സൈറ്റ് ഓപ്പൺ ആണ്. അവിടെ നമുക്ക് നല്ലൊരു പീസ്ഫുൾ ഫീലാണ്. ദ ഇന്നർ സർക്കുലർ ഹോളിന് ഏകദേശം 4000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുണ്ട്. ഗ്രാനൈറ്റും മാർബിൾസും സാൻഡ്സ്റ്റോണും ചേർത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ സ്തൂപ. ഈ ഹോളിൽ ഒരു ബിഗ് ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്. ഈ ഹോളിനുള്ളിൽ നിന്ന് നമ്മൾ എന്തു പറഞ്ഞാലും അത് എക്കോ ആവും. Yeah. Kevin, it's echoing. അയ്യോ, സ്തൂപയ്ക്കുള്ളിൽ എക്കോ ആക്കുന്നു. പറയുന്നതെല്ലാം എക്കോ ആകുന്നു. ഇവിടെ ഒന്നുമില്ലല്ലോ, ഇങ്ങനെ only space. Wow. അതായിരിക്കും ഇതിന്റെ സ്പെഷ്യാലിറ്റി. എക്കോയിങ്. ഇവിടെ സൈലൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. We should keep silence. This is a prayer hall. ബുദ്ധയുടെ അടുത്ത് ഒച്ച ഉണ്ടാക്കില്ലേ? ബുദ്ധ എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്ന ആളല്ലേ. So we should keep silence. I'm whispering, but it will record. ഇതിൽ പറ. അയ്യോ, കെവിന് ഓടിക്കേ കേട്ടോ. കെവിന് ഓടുന്ന സൗണ്ട് എക്കോ ആവുന്നു ഭയങ്കരമായിട്ട്. ഭയങ്കര എക്കോയിങ് എഫക്റ്റാ. മൈ ഗോഡ്. നമ്മൾ ദീക്ഷഭൂമി സ്തൂപയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നതെല്ലാം എക്കോ ആണ്. ഇതൊരു ഹോളാണ്, വലിയൊരു ഹോൾ, പ്രെയർ ഹോൾ. ഇതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ എന്ത് പറഞ്ഞാലും എക്കോ ആകുന്നു. പ്രെയർ ഹോളാണ്. നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാവും നമ്മൾ എന്ത് പറഞ്ഞാലും എക്കോ ആകും. അപ്പോഴല്ലേ ആൾക്കാർ സൈലൻ്റ് ആവുക.
Do it one more time. ഹലോ ഫ്രണ്ട്സ്, ഇതിനകത്ത് ഞങ്ങളിവിടെ എൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താ? ദീക്ഷഭൂമി. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ ദീക്ഷഭൂമി സ്തൂപയുടെ ഉള്ളിലുള്ള നാഗ്പൂരിൽ. ഇതിനകത്ത് വന്ന് ഇത് ഒരു ഭയങ്കര അത്ഭുതകരമായ ഒരു എഫക്റ്റ് ഉണ്ട്. ഇവിടെ ഭയങ്കര എക്കോ ആണ്. നമ്മളെന്ത് പറഞ്ഞാലും എന്ത് സൗണ്ട് ഉണ്ടായാലും അത് ഉടനെ ഭയങ്കരമായിട്ട് എക്കോ ആവും. ഇറ്റ്സ് അമേസിങ്. സ്തൂപയുടെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ ഒരു ബുദ്ധവിഹാര ഉണ്ട്. ഇതുകൂടാതെ ഒരു ബോധി ട്രീ ഉണ്ട്. ബുദ്ധയുടെ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഓർമ്മയ്ക്കായി കൊണ്ടുവരപ്പെട്ടതാണ് ഈ ബോധി ട്രീ. നമ്മൾ നാഗ്പൂരിലെ ഒരു റെസ്റ്റോറൻറ്റിലെ താക്കൂർസ് ഫാമിലി ഗാർഡൻ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫുഡ് നമുക്ക് പോയിട്ട് നോക്കാം. ഫുഡ് കാണിച്ചു തരാം. നമുക്ക് കഴിക്കാൻ പാ. അയ്യോ കുഞ്ഞതാ, സിറ്റി ട്രെയിൻ ആണോ? മെട്രോ. Hi, good evening. 3 of us. Right. Thrill City. ബ്രിഡ്ജിനടുത്തുള്ള ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. ഹലോ, ഗ്രീൻ സാലഡ്. ഞാനൊരു കുക്കുംബർ എവിടെയാപ്പാ? എവിടെയാ? നാഗ്പൂർ. ആ, നാഗ്പൂരിൽ എൻ്റെ പേരില്ല റെസ്റ്റോറൻറ്റ് താക്കൂസ് ഗാർഡൻ റെസ്റ്റോറൻറ്റ്, ഓപ്പൺ റെസ്റ്റോറൻറ്റ്. ഡിന്നർ കഴിക്കാൻ എന്തിനു വന്നാ? സിനിമ കാണാൻ. ഒന്നും കിട്ടിയില്ലേ? Thank you for watching. Please like, share and subscribe for more videos. Bye.